മംഗളൂരുവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനികളുടെ മുങ്ങിയ മരണത്തിൽ റിസോർട്ട് ഉടമ അറസ്റ്റിൽ. ഉള്ളാൾ സോമേശ്വര വാസ്കോ ബീച്ച് ഉടമ മനോഹറാണ് ഉള്ളാൾ പോലീസിന്റെ പിടിയിലായത്. റിസോർട്ടിന്റെ ടൂറിസം പെർമിറ്റ് സസ്പെൻഡ് ചെയ്തു. കെ.വി. ബൈജു ചേരുന്നു വിശദാംശങ്ങളുമായി. ബൈജു, ഏറെ ദാരുണമായ സംഭവമാണ് 3 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനികളുടെ മരണം. ഇത് റിസോർട്ടിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായിരുന്നു സംഭവിച്ചത്? നിലവിൽ ഈ റിസോർട്ട് ഉടമയെ മാത്രമാണ് ഈ കേസിൽ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ടോമെ, റിസോർട്ട് ഉടമയും ഒപ്പം മാനേജരെയും ഈ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. അതായത് മനോഹർ ഈ ഉടമ, അതോടൊപ്പം ഭരത് മാനേജർ, ഈ രണ്ടുപേരെയും ഈ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും പോലീസ് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഒരുക്കാതെയാണ് ഈ നീന്തൽക്കുളം ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. മാത്രമല്ല ഈ സംഭവം നടക്കുന്ന സമയത്ത് ഒരു സുരക്ഷാ ജീവനക്കാർ പോലും ഈ പരിസരത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ 3 മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഇതിൽ ഒരു കുട്ടി അപകടത്തിൽപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇത് 6 അടിയിലധികം താഴ്ചയുള്ള ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് ഒരു കുട്ടി അപകടത്തിൽപ്പെടുകയും പിന്നീട് ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റ് 2 വിദ്യാർത്ഥിനികൾ കൂടി അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ 3 മരണം സംഭവിച്ചത്. ഇതിൽ പ്രധാനമായും ഈ സംഭവം നടക്കുമ്പോഴൊന്നും ഈ പരിസരത്ത് ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ ജീവനക്കാരോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ, CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് വ്യക്തമായത്. മാത്രമല്ല, ഈ നീന്തൽക്കുളം സാധാരണ ഇത്തരം നീന്തൽക്കുളങ്ങളിൽ ഇതിന്റെ ആഴവും മറ്റും പറഞ്ഞുകൊണ്ടുള്ള ബോർഡുകൾ പ്രദർശിപ്പിക്കാറുണ്ട്. അത്തരത്തിൽ ബോർഡുകൾ ഒന്നും തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായില്ല. എന്തായാലും ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഈ മംഗളൂരിൽ നടന്നത്. ഇത് ഉള്ളാൾ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സോമേശ്വരത്തിനടുത്ത് ഉച്ചില എന്ന് പറയുന്ന ഒരു റിസോർട്ടാണ്. വാസ്കോ ബീച്ച് റിസോർട്ട് എന്നാണ് ഇതിന്റെ പേര്. ഇവർ ഈ 3 പേരും വാരാന്ത്യ ആഘോഷത്തിനായാണ് ഇവിടെ എത്തിയത്. ശനിയാഴ്ച രാത്രിയോടുകൂടിയാണ് ഇവർ ഈ റിസോർട്ടിലെത്തിയത്. അതിനുശേഷം ഞായറാഴ്ച രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ നീന്തൽക്കുളത്തിൽ 3 പേരും എത്തിയത്. അതിനുശേഷം ഇവർ ഈ മൊബൈൽ ഫോൺ ഒക്കെ എടുത്ത് ഈ മൊബൈൽ ഫോൺ ചിത്രീകരിക്കുന്ന രീതിയിലായിരുന്നു ഈ നീന്തൽക്കുളത്തിലേക്ക് ഇവർ ഇറങ്ങിയത്. ആ സമയത്താണ് ഈ അപകടത്തിൽപ്പെടുന്ന, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പെൺകുട്ടി ആദ്യം അപകടത്തിൽപ്പെടുന്നു. പിന്നീട് ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റ് 2 പേർ കൂടി ഈ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം. ഏതായാലും 3 പേർക്കും നീന്തൽ അറിയില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഈ റിസോർട്ടുകളിൽ തീർച്ചയായും ഇത്തരത്തിൽ സന്ദർഭങ്ങളിൽ സുരക്ഷാ ജീവനക്കാരൊപ്പം ഇവർക്ക് കൃത്യമായ മാനദണ്ഡങ്ങൾ ഈ നീന്തൽക്കുളത്തിലൊക്കെ നൽകേണ്ടതുണ്ട്. അതൊന്നും പാലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ റിസോർട്ടിന്റെ ലൈസൻസ് ഇവർക്ക് പരാതിയുണ്ട്, ആക്ഷേപമുണ്ട്. ഇതിനു മുൻപ് ഈ റിസോർട്ടിൽ ഇതുപോലുള്ള ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ? ടോമെ, ഈ സോമേശ്വര ബീച്ചിൽ നേരത്തെ നിരവധി പേർ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ആലപ്പുഴയിൽ നിന്നുള്ള 3 വിദ്യാർത്ഥികൾ ഇതേ സോമേശ്വര ബീച്ചിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഈ ബീച്ചിന് സമീപത്തായാണ് ഈ റിസോർട്ടും ഉള്ളത്. ആ ബീച്ചിന് സമീപത്ത് തന്നെയാണ് ഈ നീന്തൽക്കുളവും ഉള്ളത്. നേരത്തെ ഈ പറയുന്ന വാസ്കോ എന്ന് പറയുന്ന ഈ റിസോർട്ടിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ അപകട മരണം ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല. പക്ഷേ ഈ സോമേശ്വര ബീച്ച് നേരത്തെ നിരവധി പേർ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്നുള്ള 3 വിദ്യാർത്ഥികൾ ഇവിടെ വിനോദയാത്രയ്ക്ക് വേണ്ടി വന്നതാണ്. ആ മരണപ്പെടുന്ന സാഹചര്യം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇത്തരത്തിൽ ഈ പ്രദേശത്ത് നേരത്തെ ഒക്കെ അപകടമുണ്ടായ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ കടലിനോട് ചേർന്നാണ് ഈ റിസോർട്ടും ഈ നീന്തൽക്കുളവും ഉള്ളത്. ആ ഒരു പരിശോധന, പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഇവരുടെ ഭാഗത്തുനിന്നും, റിസോർട്ടിന്റെ ഭാഗത്തുനിന്നും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതായാലും മൈസൂരിലുള്ള 3 വിദ്യാർത്ഥികളാണ്. ഇവർ അവസാന വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ്. ഇവർ 3 പേരും ഇത്തരത്തിൽ വാരാന്ത്യ ആഘോഷത്തിനായാണ് മംഗളൂരുവിലെ ഈ റിസോർട്ടിൽ എത്തുന്നതും പിന്നീട് ഞായറാഴ്ച രാവിലെയോടുകൂടി ഈ നീന്തൽ കുളത്തിൽ ഒരുപക്ഷെ വീഡിയോ ചിത്രീകരിക്കാനോ മറ്റുമായിരിക്കുമെന്നു ഇവരുടെ ശ്രമം. പക്ഷേ ഇതിലൊന്നും ദൃക്സാക്ഷികളില്ല. സുരക്ഷാ ജീവനക്കാർ ഈ റിസോർട്ടിലുണ്ടെങ്കിലും ഈ നീന്തൽക്കുളത്തിന്റെ പരിസരത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ 3 മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയ ആഴ്ച, 6 അടിയിലധികം ആഴ്ചയുള്ള ഒരു ഭാഗം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. അവരുടെ ആ
ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യം യെസ്, വലിയ തോതിൽ വ്യക്തമാണ്. ഇവർ കെ വി ബഹളം ബൈജു ആണ് ചെയ്തിട്ടും കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ് മംഗളൂരുവിലെ റിസോർട്ടിൽ സംഭവിച്ചത്. ഇതിനു മുൻപും ഇതുപോലുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കെ വി ബൈജു റിപ്പോർട്ട് ചെയ്യുന്നത്.